എല്ലാവർക്കും റൂംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സിന്റെ 4th ക്ലാസ് ആണ്. ഇതിനകത്ത് നമ്മൾ സിംഗുലാർ പോയിന്റ്സ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സിംഗുലാർ പോയിന്റ്സിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സിംഗുലാർ പോയിന്റ്സ്. സിംഗുലാർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ എവിടെയാണോ അനലിറ്റിക് അല്ലാതെ വരുന്നത് ആ പോയിന്റുകളെ പറയുന്നതാണ് എന്ത്? സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/z-2 1/z-2 എടുക്കുവാണെങ്കിൽ എന്താണ്? ഇസഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ഒരു സിംഗുലാർ പോയിന്റ് ആകും അല്ലെ? കാരണം എന്താണ്? ഇസഡ് ഈക്വൽ ടു 2 അതിന്റെ അനലിറ്റിസിറ്റി പോകും. സോ ആ പോയിന്റ് എന്ന് പറയുന്നതാണ് എന്ത്? സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഏതൊരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ സിംഗുലാർ പോയിന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ ഒരു ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റ്സുകൾ നോക്കി കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പം അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാനിപ്പോൾ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/z² - 1 എന്ന് എടുത്തു. ഓക്കെ, അതായത് ഇത് ഡിനോമിനേറ്റർ 0 വരുന്ന എവിടേക്കാണ്? z² - 1 = 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? z ഈക്വൽ ടു +or-1 അതായത് z ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു സിംഗുലാർ പോയിന്റ് ആണ്. അതുപോലെ z ഈക്വൽ ടു -1 എന്ന് പറയുന്നതും ഒരു സിംഗുലാർ പോയിന്റ് ആണ്. ഇനി നമ്മൾ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/z-1 ഇൻറ്റു z-2 ഇൻറ്റു z-3 എന്നാണ് തരുന്നതെങ്കിൽ എന്തായിരിക്കും? z ഈക്വൽ ടു 1 എന്ന് പറയുന്നത് സിംഗുലാർ പോയിന്റ് ആണ്, z ഈക്വൽ ടു 2 എന്ന് പറയുന്നത് സിംഗുലാർ പോയിന്റ് ആണ്, z ഈക്വൽ ടു 3 എന്ന് പറയുന്നതും സിംഗുലാർ പോയിന്റ് ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സിംഗുലാർ പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് സിംഗുലാർ പോയിന്റ്സ് ആണ്. നമുക്ക് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ആണുള്ളത്: ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റും നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റും. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സിനെ പറ്റി മാത്രമാണ് കൂടുതലും പഠിക്കാനുള്ളത്. നോൺ ഐസൊലേറ്റഡിനെ പറ്റി ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പം ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സിംഗുലാർ പോയിന്റ് ആ ഫംഗ്ഷനിൽ നിന്ന് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി നമുക്ക് വേറെ ഒരു സിംഗുലാർ പോയിന്റും ഇല്ല. അതായത് ഇപ്പം ഇസഡ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ പോയിന്റ് ആണെന്ന് വെച്ചോ. അപ്പം ആ എ എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ഫംഗ്ഷനിന്റെ അവിടുന്ന് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ അതിനെ സറൗണ്ട് ചെയ്ത് ഒരു സർക്കിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് നോ അതർ സിംഗുലാർ പോയിന്റ്സ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് സർക്കിൾ. അതായത് സപ്പോസ് ഞാൻ ഒരു ഫംഗ്ഷൻ എടുക്കുവാണ് 1/z-2. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതാണ്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/z-2. അപ്പൊ 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗുലാർ പോയിന്റ് ആണ്. അപ്പൊ ഞാൻ ആ 2 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2നെ സറൗണ്ട് ചെയ്ത് നമുക്ക് ഒരു സർക്കിൾ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് എന്താണ്? വേറെ ഒരു സിംഗുലാർ പോയിന്റും അവിടെ ഇല്ല. അതാണ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/z² - 1. ഇവിടെ നമ്മൾ കണ്ടിരുന്നു തൊട്ട് മുമ്പ് എന്തായിരുന്നു? ഇസഡിന് 1ഉം -1 എന്നും പറയുന്നത് എന്താണ്? സിംഗുലാർ പോയിന്റ്സ് ആണ്. അപ്പൊ നോക്കി, ആ 1ഉം -1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്, -1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് അല്ലേ? അപ്പൊ ഞാൻ ഇവിടുന്ന് 1 എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഒരു സർക്കിൾ കിട്ടും. സച്ച് ദാറ്റ് എന്താണ്? ആ സർക്കിളിന്റെ ഉള്ളിൽ എന്താ? ഒരു സിംഗുലാർ പോയിന്റ്സും ഇല്ല. സിമിലർലി ഞാൻ -1 എടുത്ത് കളഞ്ഞു. -1 എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു സർക്കിൾ കണ്ടുപിടിക്കാൻ പറ്റും വിത്ത് സെന്റർ എ. ആ സെന്റർ എ എന്ന് പറയുന്നത് കണ്ടെയ്ൻ എന്തായിരിക്കും? നോ അതർ സിംഗുലാർ പോയിന്റ് ഓഫ് എഫ് ഓഫ് ഇസഡ്. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോൺ ഐസൊലേറ്റഡ് എന്താണെന്ന് അതിൽ നിന്ന് തന്നെ പറയാം. നമ്മൾ എടുത്തു കളഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു സിംഗുലാർ പോയിന്റ് എടുത്തു കളഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ വേറൊരു സിംഗുലാർ പോയിന്റും ഇല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഐസൊലേറ്റഡ് എന്ന് പറയാം. അപ്പോൾ നോൺ ഐസൊലേറ്റഡ് എന്തായിരിക്കും? പർട്ടിക്കുലർ ആ ഒരു സിംഗുലാർ പോയിന്റ് എടുത്തു കളഞ്ഞു കഴിഞ്ഞാലും അതിന്റെ നെയ്ബർഹുഡിൽ നിറയെ എന്തായിരിക്കും? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിംഗുലാർ പോയിന്റ്സ് കാണും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു sin 1/z. അതിന് എന്തായിരിക്കും? ഇസഡ് ഈക്വൽ ടു 1/n⁻. 1/n⁻ എല്ലാം എന്താണ്? സിംഗുലാർ പോയിന്റ്സ് ആണ്. അപ്പൊ നമ്മൾ 0 എന്ന് പറയുന്നതും ഒരു സിംഗുലാർ പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ 0 എന്ന് പറയുന്ന സിംഗുലാർ പോയിന്റ് എടുത്തു കളഞ്ഞു കഴിഞ്ഞാലും ആ 0നെ ചുറ്റിപ്പറ്റി എന്തായിരിക്കും? 1/n⁻ എന്ന് പറയുന്ന സിംഗുലാർ പോയിന്റ്സ് എല്ലാം കാണും. 1/n⁻ എന്ന് പറയുമ്പോൾ എന്താണ്? 1/π, 1/2π, 1/3π എക്സെട്ര അങ്ങനെ പോയി അത് എവിടേക്കായിരിക്കും കൺവേർജ് ചെയ്യുന്നത്? 0യിലേക്കായിരിക്കും വരുന്നത് അല്ലെ? 1/∞ അങ്ങ് പോകും. 1/∞ എന്ന് പറയുമ്പോൾ എന്താണ്? അത് 0യിലേക്ക് വരും. സോ 0നെ ചുറ്റിപ്പറ്റി എന്താണ്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിംഗുലാർ പോയിന്റ്സ് ഉണ്ട്. സോ 0 എന്ന് പറയുന്ന പോയിന്റ് എടുത്ത് കളഞ്ഞാലും നമുക്ക് എന്തായിരിക്കും? അവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിംഗുലാർ പോയിന്റ്സ് കാണും. സോ 1/sin 1/z എന്താണ്?
അതൊരു നോൺ ഇസഡ് നോട്ട് എന്ന് പറയുന്നത്, അതായത് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റും നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിമൂവബിൾ സിംഗുലാർ പോയിന്റ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, പോള്, തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ്. അപ്പം ഫസ്റ്റ് റിമൂവബിൾ സിംഗുലാർ പോയിന്റ്. അപ്പം നമുക്ക് എപ്പോഴും ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് തന്നിരിക്കുന്ന സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത് റിമൂവബിൾ ആണോ, പോളാണോ, എസെൻഷ്യൽ ആണോ എന്നാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പം റിമൂവബിൾ സിംഗുലാർ പോയിന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്താണ്, ഇസഡ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഒരു റിമൂവബിൾ സിംഗുലാർ പോയിന്റ് ആണെങ്കിൽ എന്തായിരിക്കും, ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു എ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 1 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുവാണ് ഈ ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് റിമൂവബിൾ സിംഗുലാർ പോയിന്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 1, എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്ത് വരും, ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 1 ഇസഡ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 1 എന്ന് വരും. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിനെ എങ്ങനെ എഴുതാൻ പറ്റും, ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 1, ന്യൂമറേറ്ററിനെ നമുക്ക് ഇസഡ് മൈനസ് 1 ഇൻറ്റു ഇസഡ് പ്ലസ് 1 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ എന്ത് വരും, ഇസഡ് മൈനസ് 1 എന്ന് വരും. രണ്ടും കട്ടായി പോകും, നമുക്ക് എന്തെന്ന് കിട്ടും, 1 + 1 2 എന്ന് കിട്ടും. ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു റിമൂവബിൾ സിംഗുലാരിറ്റി ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ റിമൂവബിൾ സിംഗുലാരിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെക്ക് ചെയ്താൽ മതി, ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു എ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എ ഒരു സം ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പോളാണ്. പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ഇസഡ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് പോൾ ആകണമെങ്കിൽ എന്തായിരിക്കണം, രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു എ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു എ ഇസഡ് മൈനസ് എ ഓൾ പവർ കെ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, സം എ ആയിരിക്കണം. ആ എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഇസഡ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ കെ എന്ന് പറയാം. ഈ സെക്കൻഡ് വൺ നമ്മൾ യൂസ് ചെയ്യുന്നത് പോളിന്റെ ഓർഡർ കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു എഫ് ഓഫ് ഇസഡ് ഇൻഫിനിറ്റി കിട്ടണം. അങ്ങനെ ഇൻഫിനിറ്റി കിട്ടുവാണെങ്കിൽ നമുക്കൊരു ഓർഡറും കൂടി കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഇസഡ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ കെ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം ഇതാണ്, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 1 ഓൾ സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിക്കുവാണ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് പോൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ പോൾ ആണെങ്കിൽ അതിൻ്റെ ഓർഡറും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 1 എഫ് ഓഫ് ഇസഡ് ചെക്ക് ചെയ്യാം അല്ലേ. ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 1 എഫ് ഓഫ് ഇസഡ് എന്ത് വരും, ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 1 ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 1 സ്ക്വയർ എന്ന് വരും. സോ ഇസഡിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും, 1 സ്ക്വയർ പ്ലസ് 1 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 എന്ത് വരും, 0 വരും. സോ നമുക്ക് ഇൻഫിനിറ്റി എന്ന് കിട്ടി. സോ ഇൻഫിനിറ്റി കിട്ടി. അപ്പോൾ ഇനി നമുക്കിത് പോൾ ആണെന്ന് അറിയാൻ ഒരു ഓർഡറും കൂടി കണ്ടുപിടിക്കണം അല്ലേ. അതിന് നമുക്ക് എങ്ങനെ ചെയ്യാം, ഇത് ഇസഡ് മൈനസ് എ ഓൾ പവർ കെ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് ആണ്. പർട്ടിക്കുലർ കെ ഏതാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കെ ഈക്വൽ ടു 1 തൊട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കി ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 1 ഇസഡ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും, ഇസഡ് മൈനസ് 1 സ്ക്വയർ എന്ന് വരും. ഇത് ഇസഡ് മൈനസ് 1 അല്ലേ. സോ ഒരു ഇസഡ് മൈനസ് 1ഉം ഒരു ഇസഡ് മൈനസ് 1ഉം കട്ടായി പോകും. ഇസഡ് ടെൻഡിങ് ടു 1 കൊടുക്കുമ്പോൾ എന്ത് വരും, നമുക്ക് 1 + 1 2 ഡിവൈഡഡ് ബൈ 0 ഇൻഫിനിറ്റി തന്നെയാണ് കിട്ടുന്നത്. അഗെയിൻ നമ്മൾ എന്ത് ചെയ്തു, കെ ഈക്വൽ ടു 2 കൊടുത്തു. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 1 ഇസഡ് മൈനസ് എ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. ഇപ്പം എന്ത് വരും, ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 1 സ്ക്വയർ എന്ന് വരും. ഇസഡ് മൈനസ് 1 അല്ലേ. അപ്പം എന്തായിരിക്കും, ഇത് രണ്ടും കട്ടായി പോകും. 1 + 1 നമുക്ക് എന്തെന്ന് കിട്ടും, 2 എന്ന് കിട്ടും. സോ 2 ആണ്, ഫൈനൈറ്റ് ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന് ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, പോൾ ഓഫ് ഓർഡർ 1 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, നമ്മൾ ഇസഡ് മൈനസ് എ ക്യൂബ് കൊടുത്താൽ എന്തായിരിക്കും വരുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ നോക്കി, ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 1 ഇസഡ് മൈനസ് 1 ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 1 ക്യൂബ് എന്ന് വരും അല്ലേ.
സ്ക്വയർ എന്ന് വരും. ആ സ്ക്വയറിൻ്റെ രണ്ടും കട്ടായി പോയി ബാലൻസ് എന്തുണ്ട് ഇവിടെ? ഒരു z-1 ഉണ്ട്. സോ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 1 - 1 0 ആയിരിക്കും കിട്ടുന്നത്. ഇനി ഏത് പവർ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 0 ആയിരിക്കും കിട്ടുന്നത്. സോ നോൺ സീറോ കിട്ടുന്ന ആ ക്വാണ്ടിറ്റി ഏതാണോ അതായിരിക്കും എന്ത്? ആ പോളിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? പോൾ ഓഫ് ഓർഡർ 2 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? പോൾ ഓഫ് ഓർഡർ 2 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അല്ലാതെയും കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഏതാണ്? ആ ഡിനോമിനേറ്ററിൽ വരുന്ന ഹയസ്റ്റ് പവർ ഏതാണ്? അതായത് ന്യൂമറേറ്ററുമായിട്ട് കട്ടായി പോകുന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്നതിനകത്ത് ന്യൂമറേറ്ററിൽ നിന്ന് നമുക്കൊന്നും കട്ട് ചെയ്ത് പോകുന്നില്ല. അങ്ങനെ കട്ട് ചെയ്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഹയസ്റ്റ് പവർ ഏതാണോ അതായിരിക്കും ആ കറസ്പോണ്ടിങ് സിംഗുലാരിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത്. പോൾ ആണെങ്കിൽ പോൾ ഓഫ് ഓർഡർ 2 എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ z-1 ക്യൂബ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അത്? പോൾ ഓഫ് ഓർഡർ 3 വന്നേനെ, അങ്ങനെ വരും. പക്ഷേ നമുക്ക് ന്യൂമറേറ്ററിലുള്ളത് ഏതെങ്കിലും ആയിട്ട് കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡിനോമിനേറ്ററിലുള്ളത് ഡയറക്റ്റ് എഴുതരുത്. ആ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മിച്ചം വരുന്നതായിരിക്കും നമ്മൾ എഴുതേണ്ടത്. അത് നമുക്ക് പ്രോബ്ലം കാണുമ്പോൾ മനസ്സിലാകും. കുറച്ച് അടുത്ത പ്രോബ്ലംസ് ഒക്കെ നോക്കുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, നെക്സ്റ്റ് എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ്. അപ്പോൾ ഇപ്പം നമുക്ക് റിമൂവബിളും അല്ല പോളും അല്ലാണ്ടാണ് കിട്ടുന്നതെങ്കിൽ അതെന്ന് പറയണത് എന്തായിരിക്കും? ഒരു എസെൻഷ്യൽ സിംഗുലാരിറ്റി ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പം അത് രണ്ടും അല്ലാണ്ട് വരുവാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് എഴുതാൻ പറ്റും? എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് എഴുതാം. ഇനി നമുക്ക് ചില പ്രോബ്ലംസ് ഒക്കെ ഏറ്റവും എളുപ്പം എന്ന് പറയണത് എന്താണ്? ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വെച്ച് നമുക്ക് പോളാണോ റിമൂവബിൾ സിംഗുലാരിറ്റി ആണോ അതുപോലെ തന്നെ എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം എന്താണ്? ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ തന്നെയാണ്. അപ്പം ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സർക്കിൾ രണ്ട് R1 R2 ഉള്ള റേഡിയസ് ആയിട്ടുള്ള സർക്കിളിനെ നമ്മൾ എടുത്തു, രണ്ട് കോൺസെൻട്രിക് സർക്കിൾസ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് അനലിറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ ദ ബൗണ്ടറി ഓഫ് ദ റിംഗ് ഷേപ്ഡ് റീജിയൻ. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ഒരു റീജിയണിൽ അനലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് ഇസഡിനെ ഒരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ആ എക്സ്പാൻഷൻ എന്ന് പറയുന്നതാണ് ഈ തന്നിരിക്കുന്നത്. എന്താണ്? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു a0 പ്ലസ് a1 ഇൻറ്റു ഇസഡ് മൈനസ് എ പ്ലസ് a2 ഇൻറ്റു ഇസഡ് മൈനസ് എ സ്ക്വയർ. അതായത് ഇൻഫിനിറ്റ് ടേംസ് ഓഫ് പോസിറ്റീവ് പവറുകളും ഉണ്ട്, ഇൻഫിനിറ്റ് ടേംസ് ഓഫ് നെഗറ്റീവ് പവറുകളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയും. ഇനി നമ്മൾ ഈ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വെച്ചാണ് എന്ത് പറയണത്? തന്നിരിക്കുന്നതിന് എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് ആണോ അല്ലെങ്കിൽ റിമൂവബിൾ സിംഗുലാരിറ്റി ആണോ അതും അല്ലെങ്കിൽ പോളാണോ എന്ന് കണ്ടുപിടിക്കാൻ പോണത്. അപ്പം അതിന് നമുക്ക് ഇപ്പം ഇത് ജസ്റ്റ് ഒരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതുവാണെങ്കിൽ ഇപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇ റേസ് ടു ഇസഡിൻ്റെ ഒക്കെ എക്സ്പാൻഷൻ എന്താണ്? 1 പ്ലസ് ഇസഡ് പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി എന്ന് പോകും. അല്ലെങ്കിൽ ഇ റേസ് ടു 1 ബൈ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 പ്ലസ് 1 ബൈ ഇസഡ് പ്ലസ് 1 ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും. അതും അല്ലെങ്കിൽ നമുക്ക് സൈൻ ഇസഡിൻ്റെ എക്സ്പാൻഷൻ എഴുതാം. സൈൻ ഇസഡിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? ഇസഡ് മൈനസ് ഇസഡ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് റേസ് ടു 5 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ മൈനസ് ഇസഡ് റേസ് ടു 7 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതായിരിക്കും എന്ത്? സൈൻ ഇസഡിൻ്റെ എക്സ്പാൻഷൻ. ഈ എക്സ്പാൻഷൻസ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നമുക്കറിയാം അങ്ങനെ കുറേ എക്സ്പാൻഷൻസ് നമ്മൾ പഠിച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞു ഇസഡ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണെങ്കിൽ, എഫ് ഓഫ് ഇസഡിൻ്റെ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണെങ്കിൽ എഫ് ഓഫ് ഇസഡിനെ നമുക്ക് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എബൌട്ട് ഇസഡ് ഈക്വൽ ടു എ എന്ന് എഴുതാം എന്ന് പറഞ്ഞു. അത് ഞാൻ ചുരുക്കി എഴുതിയിരിക്കുന്നതാണ്, സമ്മേഷൻ ഫോമിൽ എഴുതിയിരിക്കുന്നതാണ് ഇത്. ഇതിന് ഇൻഫിനിറ്റ് ടേംസ് ഓഫ് എന്താണ്? പോസിറ്റീവ് പവറുകളും ഉണ്ട്, ഇൻഫിനിറ്റ് ടേംസ് ഓഫ് നെഗറ്റീവ് പവറുകളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു സീരീസ് തന്നു കഴിഞ്ഞാൽ അതിനെ റിമൂവബിൾ ആണോ അല്ലെങ്കിൽ എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണോ അതും അല്ലെങ്കിൽ പോൾ ആണോ എന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഇഫ് ദ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഹാവ് നോൺ നെഗറ്റീവ് പവേഴ്സ്, നെഗറ്റീവ് പവേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇസഡ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഒരു റിമൂവബിൾ സിംഗുലാരിറ്റി ആണെന്ന് പറയാം. അതായത് നെഗറ്റീവ് പവറുകളൊന്നും ഇല്ലാതെയാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? അത് റിമൂവബിൾ സിംഗുലാരിറ്റി ആണെന്ന് പറയാൻ പറ്റും. അപ്പം അതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇസഡിൻ്റെ പോസിറ്റീവ് പവറുകൾ മാത്രമേ ഉള്ളൂ, ഇസഡ് സ്ക്വയർ, ഇസഡ് ക്യൂബ്, അങ്ങനെ പോസിറ്റീവ് പവറുകളായിട്ട് മാത്രം പോകുവാണെങ്കിൽ അത് എന്തായിരിക്കും? ഒരു റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് നമുക്ക് പറയാം. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നെഗറ്റീവ് പവർ, അതായത് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവറുകളാണുള്ളതെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? അതിനെ പോൾ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 1 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 3 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 2 പ്ലസ് 1 പ്ലസ് പ്ലസ് ഇസഡ് മൈനസ് 2 പ്ലസ് ഇസഡ് മൈനസ് 2 ക്യൂബ് പ്ലസ് ഇസഡ് മൈനസ് 2
ഓൾ പവർ 5 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് പവറുകൾ എവിടം വരെ ഉള്ളൂ? 1/z-2 സ്ക്വയർ വരെ ഉള്ളൂ. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? z = 2 എന്ന് പറയണത് പോൾ ഓഫ് ഓർഡർ പോൾ ഓഫ് ഓർഡർ 2 എന്ന് പറയാം. അതിലെ ഹയസ്റ്റ് വാല്യൂ ഏതാണോ അതായിരിക്കും, നെഗറ്റീവ് പവറുകളിലെ ഹയസ്റ്റ് ഏതാണോ അതിനെയായിരിക്കും നമ്മൾ എന്തെന്ന് പറയണത്, അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് എവിടം വരെ ഉള്ളൂ? 1/z-2 സ്ക്വയർ വരെ ഉള്ളൂ. സോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? അത് പോൾ ഓഫ് ഓർഡർ 2 ആയിരിക്കും. ഓക്കെ. ഇനി ഇഫ് ദ സീരീസ് വിത്ത് നെഗറ്റീവ് പവേഴ്സ് ഡസ് നോട്ട് ടെർമിനേറ്റ്, അതായത് നെഗറ്റീവ് പവറുകൾ ഒന്നും തീരുന്നില്ല, അത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവറുകളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? z = a എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് ആയിരിക്കും. അപ്പം നമ്മളിവിടെ പറഞ്ഞു റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പവറുകൾ ഒന്നുമില്ലെങ്കിൽ അതെന്തായിരിക്കും? റിമൂവബിൾ സിംഗുലാരിറ്റി ആയിരിക്കും. ഇനി ഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവറുകളാണെങ്കിൽ എന്തായിരിക്കും? അതിന് പോൾ എന്ന് പറയും. ആ ഫൈനൈറ്റിലെ ലാസ്റ്റ് വരുന്നത് ഹയസ്റ്റ് പവർ ഏതാണോ അതായിരിക്കും എന്ത്, അതായത് 1/ൽ ഹയസ്റ്റ് പവർ ഏതാണോ വരുന്നത് അതായിരിക്കും ആ പോളിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി പോൾ ഓഫ് ഓർഡർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെന്ന് പറയും? നമ്മൾ സിമ്പിൾ പോൾ എന്ന് പറയും. പോൾ ഓഫ് ഓർഡർ 1നെ നമ്മൾ സിമ്പിൾ പോൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവറുകളാണുള്ളതെങ്കിൽ അതെന്തായിരിക്കും? z = a എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് ആയിരിക്കും. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്, റെസിഡ്യൂ എന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഈ ടൈപ്പ് ഏതാണെന്ന് നോക്കാം. ഓക്കെ. First one, let f of z = sin z/z. What type of singularity does f of z have at z = 0 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി എന്ത് ചെയ്യാം? f of z-നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കാം. sin z എന്ന് പറഞ്ഞാൽ എന്താണ്? z മൈനസ് z³ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z⁵5 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര എന്നും പറഞ്ഞ് എഴുതാം അല്ലേ. ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? z എന്ന് വരും. ഓക്കെ. സോ നമുക്ക് ഇവിടുന്ന് z കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ബാലൻസ് എന്ത് വരും? 1 മൈനസ് z² ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z⁴ ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര എന്നും പറഞ്ഞു പോകും. അതായത് ഇവിടെ നെഗറ്റീവ് പവറുകൾ ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? z = 0 എന്ന് പറയുന്നത് റിമൂവബിൾ സിംഗുലാരിറ്റി ആണെന്ന് പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ തന്നെ ലിമിറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ എന്ത് വരും? ലിമിറ്റ് z ടെൻഡിങ് ടു 0 f of z എന്ത് വരും? sin z ഡിവൈഡഡ് ബൈ z എന്ന് വരും. z ടെൻഡിങ് ടു 0 sin z ബൈ z എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? 1 ആണ്. സോ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ് കിട്ടിയിരിക്കുന്നത്. സോ അതെന്തായിരിക്കും? റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് ഏറ്റവും എളുപ്പം എപ്പോഴും എന്ത് തന്നെയായിരിക്കും? ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എടുത്തെഴുതുന്നതായിരിക്കും എളുപ്പം. ഓക്കെ. അപ്പം നമുക്ക് ഇവിടെ എന്തെന്ന് കിട്ടി? ഓപ്ഷൻ എ റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് കിട്ടി. ഓക്കെ. നെക്സ്റ്റ്, f of z = 1 ഡിവൈഡഡ് ബൈ z-2 ഹോൾ ക്യൂബ്. വാട്ട് ടൈപ്പ് ഓഫ് സിംഗുലാരിറ്റി ഹാവ് അറ്റ് z = 2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് കാണുന്നത് തന്നെ പറയാൻ പറ്റും. ഇതെന്തായിരിക്കും? പോൾ ഓഫ് ഓർഡർ 3 ആയിരിക്കും അല്ലേ. കാരണം ഇത് എക്സ്പാൻഡ് ചെയ്യാനൊന്നുമില്ല. ഡിനോമിനേറ്ററിൽ തന്നിരിക്കുന്ന ഹയസ്റ്റ് പവർ ഏതാണോ അതായിരിക്കും വരുന്നത്. സോ പോൾ ഓഫ് ഓർഡർ 3 എന്ന് പറയാം. നമുക്കല്ലേ ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ വരും? ലിമിറ്റ് z ടെൻഡിങ് ടു 2 f of z എന്ന് പറയുന്നത് എന്ത് വരും? f of z എന്ന് പറയുന്നത് ലിമിറ്റ് z ടെൻഡിങ് ടു 2 1 ഡിവൈഡഡ് ബൈ z-2 ഹോൾ ക്യൂബ് എന്ന് വരും. വിച്ച് ഈസ് ഇക്വൽ ടു എത്രയാണ്? 2 - 2 0 വരും. ഇൻഫിനിറ്റി എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്ക് നോക്കാം. ലിമിറ്റ് z ടെൻഡിങ് ടു 2 z-2 ഇൻറ്റു f of z എത്ര വരും? ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ z-2 ഹോൾ ക്യൂബ് എന്ന് വരും. ഇതും എന്താണ്? ഒരെണ്ണം കട്ടായി പോകും, എന്നാലും ഇൻഫിനിറ്റി എന്ന് കിട്ടും നമുക്ക്. എഗെയിൻ ലിമിറ്റ് z ടെൻഡിങ് ടു 2 z-2 സ്ക്വയർ ഇൻറ്റു f of z എന്ത് വരും? 1/z-2 ക്യൂബ് എന്ന് വരും. അതും നമുക്ക് എന്ത് തന്നെ കിട്ടും? ഇൻഫിനിറ്റി തന്നെ കിട്ടും. ലാസ്റ്റ് എന്ത് വരും? ലിമിറ്റ് z ടെൻഡിങ് ടു 2 z-2 ക്യൂബ് ഇൻറ്റു f of z ദാറ്റ് ഈസ് 1/z-2 ക്യൂബ് എന്ന് കിട്ടും. വിച്ച് ഈസ് ഇക്വൽ ടു എത്ര എന്ന് കിട്ടും? ഇത് രണ്ടും കട്ടായി പോയി നമുക്ക് 1 എന്ന് കിട്ടും. സോ അവിടെ നിന്ന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇത് പോൾ ഓഫ് ഓർഡർ 3 ആണെന്ന് പറയാം. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ. നെക്സ്റ്റ് പ്രോബ്ലം, ലെറ്റ് f of z = e⁻1/z. വാട്ട് ടൈപ്പ് ഓഫ് സിംഗുലാരിറ്റി ഡസ് f of z ഹാവ് അറ്റ് z = 0 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം e⁻z എക്സ്പാൻഷൻ എന്താണ്? e⁻z = 1 + z + z² ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ
പ്ലസ് ഇസഡ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ആണ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞപ്പോൾ അത് മാറിപ്പോയിരുന്നു. നമ്മൾ പറഞ്ഞപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? 1 പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് ഇസഡ് ക്യൂബ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് റേസ് ടു ഇസഡിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് പറഞ്ഞത്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് മാറിപ്പോയതാണ്. ഓക്കെ, അപ്പം ഇ റേസ് ടു ഇസഡ് ഈക്വൽ ടു 1 പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇ റേസ് ടു 1 ബൈ ഇസഡ് എന്തായിരിക്കും? അപ്പോൾ ഇ റേസ് ടു 1 ബൈ ഇസഡ് ഈക്വൽ ടു എന്തെന്ന് വരും? 1 പ്ലസ് 1 ബൈ ഇസഡ് പ്ലസ് 1 ബൈ ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് അടുത്തെന്ത് വരും? 1 ബൈ ഇസഡ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നും പറഞ്ഞു പോകും. അതായത് ഇവിടെ എന്താണ്? 1 ബൈ ഇസഡിന്റെ ഇൻഫിനിറ്റ് ടേംസ് ഉണ്ട്. സോ ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു എസെൻഷ്യൽ സിംഗുലാരിറ്റി ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ സിംഗുലാരിറ്റി ഓഫ് ദ ഫംഗ്ഷൻ സൈൻ ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ അറ്റ് ഇസഡ് ഈക്വൽ ടു 0 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, സൈൻ ഇസഡ് ബൈ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈൻ ഇസഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇസഡ് മൈനസ് ഇസഡ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് റേസ് ടു 5 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ മൈനസ് ഇസഡ് റേസ് ടു 7 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? ഇസഡ് സ്ക്വയർ എന്ന് വരും. സോ ഇസഡ് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? നമുക്ക് 1 ബൈ ഇസഡ് മൈനസ് ഇസഡ് സ്ക്വയറും ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ഇസഡ് വരും. ഇസഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് അടുത്ത് എന്ത് വരും? ഇസഡ് റേസ് ടു 5ഉം ഇസഡ് സ്ക്വയറോടെ പോയാൽ ഇസഡ് ക്യൂബ് ബൈ 5 ഫാക്ടോറിയൽ മൈനസ് ഇസഡ് റേസ് ടു 5 ഡിവൈഡഡ് ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വരും. ഇവിടെ നോക്കി, 1 ബൈ ഇസഡിന്റെ എവിടം വരെ ഉണ്ട്? 1 ബൈ ഇസഡ് വരെയുള്ളൂ. അതായത് ഹയസ്റ്റ് പവർ വന്നിരിക്കുന്നത് എവിടെയാണ്? 1 ബൈ ഇസഡിൻ്റെത് 1 ആണ് പവർ വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു പോളാണ്. ആ പോളിന്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ബൈ ഇസഡിന്റെ ഹയസ്റ്റ് പവർ വന്നിരിക്കുന്നത് 1ലാണ്. സോ പോൾ ഓഫ് ഓർഡർ 1 ആണ്. പോൾ ഓഫ് ഓർഡർ 1നെ നമ്മൾ എന്തെന്ന് പറയും? സിമ്പിൾ പോൾ എന്ന് പറയും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ സിംഗുലാരിറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു മൈനസ് 1 ബൈ ഇസഡ് പ്ലസ് സൈൻ 1 ബൈ ഇസഡ് അറ്റ് ഇസഡ് ഈക്വൽ ടു 0 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എഫ് ഓഫ് ഇസഡിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കാം. അപ്പോൾ എങ്ങനെ വരും? മൈനസ് 1 ബൈ ഇസഡ് പ്ലസ് സൈൻ 1 ബൈ ഇസഡ്. സൈൻ 1 ബൈ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇസഡ് മൈനസ് ഇസഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും? അല്ലേ, സൈൻ ഇസഡിന്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. എന്തായിരുന്നു? സൈൻ ഇസഡ് ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര ആണ്. സോ സൈൻ 1 ബൈ ഇസഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 ബൈ ഇസഡ് മൈനസ് 1 ബൈ ഇസഡ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ ഇസഡ് ഓൾ പവർ 5 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര എന്നും പറഞ്ഞു പോകും. ഇവിടെ മൈനസ് 1 ബൈ ഇസഡും ഉണ്ട് പ്ലസ് 1 ബൈ ഇസഡും ഉണ്ട്. സോ രണ്ടും എന്തായിരിക്കും? കട്ടായി പോകും. ബാലൻസ് എന്ത് വരും? മൈനസ് 1 ബൈ ഇസഡ് ക്യൂബ് ഇൻറ്റു 1 ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ ഇസഡ് ഓൾ പവർ 5 ഇൻറ്റു 1 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര എന്നും പറഞ്ഞു പോകും. അതായത് ഇൻഫിനിറ്റ് ടേംസ് ഓഫ് 1 ബൈ ഇസഡുകളുണ്ട്. സോ ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു എസെൻഷ്യൽ സിംഗുലാരിറ്റി ആയിരിക്കും. അപ്പോൾ എപ്പോഴും നമുക്ക് സൈൻ അല്ലെങ്കിൽ കോസ് ഇ റേസ് ടു ഒക്കെ തന്നു കഴിഞ്ഞാൽ അത് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണോ, പോളാണോ, റിമൂവബിൾ ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും എളുപ്പം എന്തായിരിക്കും? അതിൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ആയിരിക്കും. അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഇത്രയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി ഇട്ടിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാം. നമ്മൾ മാക്സിമം നമുക്ക് കളക്ട് ചെയ്യാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാംസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അത് മാത്സിൻ്റെ മാത്രമേ ഉള്ളൂ. മാത്സിൻ്റെ മാത്രം എക്സാംസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക്